കൊന്നിച്ചോ മിനസാൻ നാനോ മിഷിന്റെ സീസൺ 2 എപ്പിസോഡ് 36ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്ന് ഏകദേശം 5ഓളം ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോക്ക് മാക്സിമം ലൈക്ക് ചെയ്തതും ഷെയർ ചെയ്തതും അതുപോലെ കമന്റ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട. പിന്നെ ചെറിയൊരു കാര്യം കൂടെ പറയാനുണ്ട് ഗൈസ്, ഞാൻ റീസെന്റ് നമ്മുടെ റെഡ് ഡെഡ് റിഡംഷൻ 2 എന്ന് പറഞ്ഞ ഗെയിം സ്ട്രീം ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ലൈവിലാണ് സ്ട്രീം ചെയ്യുന്നത്. ആ ഒരു ഗെയിം ലൈവിൽ തന്നെ കളിച്ച് തീർക്കാനുള്ള പ്ലാനാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. സോ ഈ ഒരു ഗെയിം പ്ലേ കാണാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ പേജിലെ ലൈവൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. ഞാൻ ലൈവ് ഇടുന്നിടത്ത് കയറി കണ്ടാൽ മതി. എന്നിട്ട് പറ്റുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ഷൗട്ടൗട്ട് ഉണ്ട്. നമ്മുടെ മാനോ ബ്രോ 40 റുപ്പീസ് സൂപ്പർ താങ്ക്സ് ചെയ്തിരുന്നു. സോ താങ്ക് യു ബ്രോ, താങ്ക് യു ഫോർ യുവർ വണ്ടർഫുൾ സൂപ്പർ താങ്ക്സ്. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങുന്നിടത്ത് മുറുമലൻസിന്റെ അവർ അതിന്റെ നേരെ പോകുകയായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ ഒരു ഡ്രാഗൺ ടർട്ടിൽ ഇതിന്റെ അടിയിൽ കൂടെ മാസ്റ്റർ. പക്ഷേ ആ ഒരു എസൻസ് നമ്മളിപ്പോൾ ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ നോർത്തേൺ സീ ഐസ് പാരൻസും പിന്നെ ഡിമോണിക്കളുടെ ലീഡേഴ്സും ശരിക്കും ദേഷ്യത്തിലായിരിക്കും. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഡിമോണിക്കളിന്റെ കയ്യിൽ അത് കിട്ടാൻ പാടില്ല. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ മാസ്റ്റർ അവിടേക്ക് നോക്കിയേ. അവിടെ നോക്കാൻ നേരത്ത് ദൂരത്ത് ഒരു ഐസ് കൊണ്ട് എന്താ പറയുക, ഒരു വാള് പോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് നോർത്തേൺ സീ ഐസ് പാലസിന്റെ ഐസ് ഡിവൈൻ ആർട്സ് ആണ്. അതിനർത്ഥം അവർ ഞങ്ങളെ തടയാൻ നോക്കുവാണ്, ഞങ്ങളെ ഫോളോ ചെയ്തിരിക്കാൻ. ചിലപ്പോൾ ഡ്രാഗൺ സ്റ്റൈലിന്റെ യഥാർത്ഥ ബോഡി അവിടെ കാണുന്നു പറഞ്ഞിട്ട് മോയങ് ബട്രേച്ചി ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്ത് അത് ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞു. ഞാൻ സമ്മതിക്കില്ല നിങ്ങൾക്ക് ആ എസൻസ് സ്കോർ കിട്ടാനായിട്ട്. പക്ഷേ അവിടെ കണ്ട കാഴ്ച അവനെ ഞെട്ടിച്ച് കളഞ്ഞു. കാര്യം അവിടെ ആ ഒരു ഡ്രാഗൺ സ്റ്റൈലിന്റെ യഥാർത്ഥ ബോഡി ഇല്ലായിരുന്നു. അല്ല, ഇതെന്താണ് ഡ്രാഗൺ സ്റ്റൈലിന്റെ എന്ത്? ആ ഒരു കോപ്സ്, ആ ഒരു കോറ് അതിവിടെ ഇല്ല. ആ ഒരു ലിസാഡ് അതിന്റെ തല അറുത്ത് മാറ്റിയിട്ട് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. തല അറുത്ത് മാറ്റിട്ടോ? സത്യം പറഞ്ഞാൽ ഞാനും കുറച്ച് ഷോക്കിലായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്രയും വലിയൊരു അറ്റാക്ക് അത് വിഡ്സ്റ്റാൻഡ് ചെയ്തെന്ന്. പക്ഷേ ഞങ്ങൾ എങ്ങനെയാണ് താങ്കളെ വിശ്വസിക്കേണ്ടത്? നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അത് മറച്ചു വെച്ചതാണെങ്കിലോ? കാര്യം ഈ റെസറൻസ് സ്കോർ പെട്ടെന്നാണ് വലിയൊരു കുലുക്കം ഉണ്ടായത്. അല്ല, ഇതെന്താണ്? മറ്റെന്താകാനാണ്? ഡ്രാഗൺ സാഡിൽ പോയത് തന്നെ ദേ അവിടേക്ക് നോക്ക്. ആ ട്രേസസ് പറയുന്നത് ഈ വഴി പോയെന്നാണ്. നിനക്ക് വേണമെങ്കിൽ അവിടെ പോയി നോക്ക്. അല്ല, ആ ഒരു ബ്ലഡ് കാണാൻ നിർത്ത്. പക്ഷെ നിങ്ങൾ എന്താണ് ചേസ് ചെയ്യാത്തത്? ആ ടർട്ടിൽ ഇപ്പോൾ പോയിരിക്കുന്നത് ഐസ് പാലസിന്റെ നേരെയാണ്. ചുരുക്കം പറഞ്ഞാൽ കുറച്ചുകൂടെ പോയി കഴിയാൻ നേരത്ത് ആ ഒരു കേവ് സെൻഡ് ആകും. അതിനുശേഷം വെള്ളം വന്ന് നമ്മൾ ഫ്ലഡ് ചെയ്ത് മരിക്കുന്നതാണ്. അല്ല, അപ്പോൾ എസൻ സ്കോർ ആ സമയത്ത് അവനൊരു ഉത്തരമില്ലായിരുന്നു. കാര്യം അവനും അത് ലഭിക്കത്തില്ലായിരുന്നു. സാർ, താങ്കൾ എന്താണ് പറയുന്നത്? നമ്മുടെ കൈയുടെ തുമ്പത്ത് വന്ന് നിൽക്കുകയാണ് ഈ എസൻ സ്കോർ. അതില്ലാതെ പോകണമെന്നാണോ? ആ ഒരു ഡ്രാഗൺ സ്റ്റൈലിന്റെ ഇഞ്ചുർഡ് ആണ്, അതിപ്പോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പഴെങ്ങനെ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇത് ഉറപ്പായിട്ട് നമ്മൾ റിഗ്രറ്റ് ചെയ്യും. അതിനെ കൊന്ന് ആ ഒരു കോർ നമുക്ക് എടുത്തേ പറ്റത്തുള്ളൂ. എടാ, നീ എന്താ പറയുന്നത് മനസ്സിലാക്കുന്നില്ലേ? ആ ഡ്രാഗൺ സ്റ്റൈലിൽ ഇപ്പോൾ പോയിരിക്കുന്നത് ആ കേവ്സിന്റെ അവസാനത്തിലേക്കാണ്. നമ്മളെല്ലാവരും അവിടെ ചെന്ന് മുങ്ങി മരിക്കും. അല്ല, ഇതിനെ കൊല്ലാൻ വേണ്ടി നമ്മൾ മുന്നിലേക്ക് വന്നപ്പോൾ ഈ മരണം അത് നമ്മൾ മുന്നിൽ കണ്ടിട്ടില്ല വന്നത്. ആ ഒരു ഡ്രാഗൺ സ്റ്റൈലിനെ നമ്മൾ ഇപ്പൊ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഭാവിയിൽ വീണ്ടും വരും. അപ്പൊ നമ്മൾ എങ്ങനെ തന്നെ സ്റ്റോപ്പ് ചെയ്യും? അല്ല, അത് ശരിയാണ്. ഡ്രാഗൺ സ്റ്റൈലിൽ ഇപ്പൊ ഇവിടേക്ക് വന്നത് ഒറ്റ റീസൺ കൊണ്ടാണ്, അത് റിവെഞ്ച് കൊണ്ടാണ്. അതിന് ഫ്രീഡവും രക്ഷപ്പെടണമെന്ന മൈൻഡാണെങ്കിൽ അതെപ്പോഴേ രക്ഷപ്പെട്ടെന്ന്. പക്ഷേ അതിന് പകരം ഞാൻ ആ സമയത്ത് വീണ്ടും ഒരു വലിയൊരു കുലുക്കമുണ്ടായി. മാസ്റ്റർ, നമ്മളിപ്പോൾ റിട്രീറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഡ്രാഗൺ സ്റ്റൈലിന് അതിപ്പോഴും ജീവനോടെ ഉണ്ട്. അത് മാത്രമല്ല, അത് രക്ഷപ്പെട്ടെന്നല്ല പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അത് ആ ലേക്കിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പേടിക്കണ്ടല്ലോ. ആർക്കും തന്നെ അത് കിട്ടാൻ പോകുന്നില്ല. നീ പറഞ്ഞത് ശരി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അത് ഡിമോണിക്കൾട്ടിന്റെ കയ്യിലും. പ്രോക്സി മാസ്റ്റർ, ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടേക്ക് ഒരുത്തൻ ഓടി വന്നു. അതൊരു വലിയ പ്രശ്നമാണ്. അല്ല, എന്തു പറ്റി? ആ ഒരു സീലും ബാക്കിയുള്ള എൽഡേഴ്സും അവരൊക്കെ എന്തേ? അല്ല, അതിനെപ്പറ്റി പറയാനാണ് ഞാൻ വന്നത്. ആ ഒരു പ്രൊട്ടക്ഷൻ സീല് അത് യൂസ് ചെയ്യേണ്ട വാരിസ് എല്ലാം തന്നെ മരിച്ചിരിക്കുന്നു. പെട്ടെന്നാണ് അവൻ ഞെട്ടിത്തെറിച്ചു പോയി. നീ എന്താണ് ഈ പറയുന്നത്? ഒന്ന് തെളിച്ചു പറ. അത് ഞങ്ങൾ അവിടേക്ക് ചെന്നപ്പോൾ ആ ഒരു ഐസിന്റെ അവിടെ ഒരു വലിയൊരു ദ്വാരം ഉണ്ടായിരുന്നു. അതാരാണ് ഇട്ടെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ എല്ലാ ഓർഗനൈസേഷനെയും ആ ഒരു ആംബുഷ് ചെയ്തിട്ടുണ്ട്. ഇത് ഓർഗനൈസേഷൻ അവരെ കൊന്നതാണ്. നാശം. ഒന്നാമത് ഡ്രാഗൺ സ്റ്റൈൽ കാരണം കംപ്ലീറ്റ്ലി കോംപ്ലിക്കേറ്റഡ് ആണ്. അതിനിടക്ക് ഇപ്പൊ ആരോ ആംബുഷ് ചെയ്യുന്നോ? അല്ല, അവരിപ്പോ എവിടെയുണ്ട്? നീ അവരെ ട്രാക്ക് ചെയ്തോ? അല്ല, ഞാൻ പറഞ്ഞില്ല, ആ ഹോളിലേക്കാണ് അവർ വന്നെന്ന് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, ഫ്രോസ്റ്റ് സ്ക്വാഡ് ലീഡർ അവരെന്തായാലും ട്രാക്ക് ഡൗൺ. ഈ സമയത്താണ് അവളത് ഞെട്ടിയത്. അല്ല, അതിനർത്ഥം അവരപ്പോ ഇങ്ങോട്ട് വരാൻ പോവുകയായിരിക്കുവോ? ഈ സമയത്ത് അവിടെ ഉണ്ടെന്ന ആ ഒരു ഗുഹയിൽ ചെറിയൊരു വെളിച്ചം സെൻസ് ചെയ്യാനായിട്ട് സാധിച്ചു. മോയോങ് പെട്രേജ് പെട്ടെന്ന് ഞെട്ടിയിട്ട് എല്ലാവരോടും കുനിയാൻ പറഞ്ഞിട്ട് അവളെ എടുത്തുണ്ട് ആ നിലത്തേക്ക് ഇരുന്നു. അടുത്ത സെക്കൻഡ് കുറേയധികം അറ്റാക്സ് അവിടേക്ക് വന്നു. അത് ഡോഡ്ജ് ചെയ്യാൻ പറ്റിയത് എല്ലാ മാർഷൽ ആർട്സിന്റെ ശരീരവും പല കഷ്ണങ്ങളായി മുറിഞ്ഞുപോയി. ജനറൽ സ്ട്രാറ്റജീസ്, നീ ഓക്കെ അല്ലേ? ആ, കുഴപ്പമില്ല. ഇപ്പൊ കണ്ടത് പ്രൊജക്ടൈൽ ബ്ലേഡ് ഓറയാണ്. പക്ഷേ ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരാൾ ഇവല്യൂഷണറി റിലത്തിലെങ്കിലും ആയിരിക്കണം. അല്ല, ഇതാരായിരിക്കും?
ഈ സമയത്ത് കുറച്ചുപേർ അവിടേക്ക് നടന്നു വന്നു. അതാട്ടെ ആ ഒരു സ്റ്റീൽ മാസ്ക് ഇട്ട കുറച്ചധികം പേരായിരുന്നു. അല്ല, സ്റ്റീൽ മാസ്ക് ഡാൻജുവിനെ പറ്റി നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു. അവർ സുപ്രീം സെവറിലെ ആൾക്കാരാണ്. പെട്ടെന്നാണ് ഒരുത്തൻ ചിരിച്ചുകൊണ്ട് മുന്നിലേക്ക് നടന്നു വന്നത്. അവന്റെ കയ്യിലുണ്ടായിരുന്ന വെപ്പന്റെ അന്ന് ഒരു ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതേതോ സൗണ്ട് പേസ്റ്റ് ആയിരുന്നു. എന്നിട്ട് അവൻ നേരെ മുമ്പിലേക്ക് നടന്നു വന്നിട്ട് പറയുകയും ചെയ്യും, ഇത് ശരിക്കും ഒരു ഭാഗ്യം തന്നെയാണ്. നിങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ സെക്ടിന്റെ പേര് ഓർത്തിരിക്കുന്നുണ്ടല്ലോ. അത് ബ്ലേഡ് മാസ്റ്ററി സെക്ട് ലീഡർ അല്ല, ബിയോക് റിയു ആയിരുന്നു. എന്റെ പേര് മോയോങ് കാങ്. ഞാൻ മുറുമലൻസിന്റെ ഒരു മാസ്റ്ററാണ്. നിനക്ക് ഇവിടുന്ന് ഇതെല്ലാം ചെയ്തിട്ട് മര്യാദക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലേ, മുറുമലൻസോ? സത്യം പറഞ്ഞാൽ നിങ്ങൾ ആരും കാണാതെ ഇവിടൊക്കെ ചെല്ലാനാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതെന്തായാലും നടക്കുന്നു തോന്നുന്നില്ലല്ലേ? അതിനർത്ഥം പണി തുടങ്ങണ്ടേ? അടുത്ത സെക്കൻഡ് ആ ഒരു വെപ്പൺ അനക്കെ അവിടെ ഉണ്ടാകുന്ന എല്ലാ സ്റ്റീൽ മാസ്ക് ഇട്ടവരും അതിന് റിയാക്ട് ചെയ്തിട്ട് അവർ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. നാശം, അവരിട്ട് ഫൈറ്റ് ചെയ്ത് പോലും തുടങ്ങിയില്ല. പക്ഷേ എനിക്ക് കാണുന്നിടത്ത് തന്നെ മനസ്സിലാവും അവർ സ്ട്രോങ് ആണെന്ന്. ചുരുക്കം പറഞ്ഞാൽ അവരെന്തുമാത്രം സ്ട്രോങ് ആണെന്ന് പോലും എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. നീയൊക്കെ ശരിക്കും ആക്രാന്തം പിടിച്ച് ഇവിടേക്ക് വന്നിട്ടല്ലേ എസ്എൻ സ്കോർ എടുക്കാനായിട്ട്? അല്ലെങ്കിൽ നിനക്കൊന്നും ഒന്നും പറ്റത്തില്ലായിരുന്നു. ആക്രമിക്കുന്നു പറയാൻ നേരത്ത് അവരെല്ലാവരും ചാടി അറ്റാക്ക് ചെയ്തിട്ട് വന്നു. അവരെ തടയുന്നു പറഞ്ഞിട്ട് മോയോങ് പെട്രേച്ചും കിടന്ന് കയറി. ചുരുക്കം പറഞ്ഞാൽ ഒരു സൈഡിൽ സുപ്രീം സെവർ, മറു സൈഡിൽ നമ്മുടെ മുറുമലൻസും നോർത്ത് ഇന്ത്യൻസും കൂടെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോയപ്പോഴാണ് അവിടെ ഒരു വലിയൊരു ക്രാക്കിന്റെ ശബ്ദമുണ്ടായത്. പിന്നെ കാണുന്നത് എന്തോ ഒരു സാധനം നിലത്തേക്ക് വന്ന് വീഴുന്നതാണ്. ഇത് കണ്ട സുപ്രീം സെവറും മുറുമലൻസും നോർത്ത് ഇന്ത്യൻസ് ഐസ് പാലസും ഞെട്ടിത്തെറിച്ചുപോയി. അപ്പോഴാണ് അബ്നോർമലായിട്ട് ഒരു സാധനം നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നെ കാണുന്നത് ഒരു മുഖമാണ്. അതും ഡേഞ്ചറസ് ആയിട്ടുള്ള, ഇതുവരെ കാണാത്ത ഒരു മുഖം. അപ്പൊ 3 മണിക്കൂറായിരിക്കുന്നല്ലേ? അതേ മൈലോഡ്, നമ്മളൊന്നും ചെയ്യാത്ത കണ്ടപ്പോൾ മുറുമലൻസും നോർത്തേൺ സീരീസിലെ ഐസ് മാസ്റ്റേഴ്സും എല്ലാവരും അവിടേക്ക് പോയി. അവരെല്ലാവരും ആ ഒരു ടർട്ടിലിന്റെ എസൻ സ്കോറിന്റെ പിന്നിലാണ്. ഈ സമയത്ത് ഈയൊന്നും മിണ്ടില്ല ഡീമൻ ലോഡ്. ഇത് കംപ്ലീറ്റ്ലി ബാലൻസ്ഡ് ആയിട്ടില്ല. എന്റെ ലൈറ്റ്നിങ് ക്യൂഐ ശരിക്കും കുറവാണ്. ഹെവലി ഡീമൺ ക്യൂയും കോൾഡ് ക്യൂയും ആബ്സലൂട്ട് ഈനും ഫയർ കിന്നൊക്കെ വെച്ച് നോക്കാൻ നേരത്ത്, അല്ല അവിടെ എന്താണ് സംഭവിച്ചത്? ഞാൻ പറഞ്ഞതായിരുന്നല്ലോ അവരോട് പോകില്ലെന്ന്. അല്ല, അവരൊക്കെ ഏതാണ്? കണ്ടിട്ട് നോർത്ത് ഇന്ത്യ ഐസ് പാലസ് മാസ്റ്ററിന്റെ ഗാർഡിയൻസും പിന്നെ എൽഡേഴ്സും ആണ്. എന്ത് എൽഡേഴ്സോ? പെട്ടെന്നാണ് ഒരുത്തൻ അവിടേക്ക് ഓടി വന്നത്. കൾട്ടർ ലീഡർ ഞാൻ ഇതിനെപ്പറ്റി പറയാൻ പറഞ്ഞിട്ട് അവൻ അവിടേക്ക് വന്നു. ഇവിടെ മുകളിലുള്ള എല്ലാവരും തന്നെ നോർത്ത് ഇന്ത്യ ഐസ് പാലസ് മാസ്റ്ററിന്റെ സബോർഡിനേറ്റ്സ് ആണ്. പക്ഷേ താഴത്തേക്ക് പോയിട്ടുള്ളത് ഇപ്പോഴത്തെ മാസ്റ്ററായുള്ള പ്രോക്സിയുള്ള ഡാൻജുച്ചിയന്റെ ആൾക്കാരാണ്. അവന് മാത്രം ആവശ്യപ്പെട്ടവര്. അത് മാത്രമല്ല, അവരോടേക്ക് പോയത് ഞങ്ങളോട് ഒന്നും തന്നെ ഡിസ്കസ് ചെയ്തതാണ്. ഞങ്ങൾക്ക് താങ്കളുടെ എതിരെ വരാൻ ഒരാഗ്രഹവുമില്ല. താങ്കൾക്ക് ആവശ്യമുള്ളത് ഞങ്ങൾക്ക്. അതെന്തായാലും നന്നായി. ഇപ്പൊ എനിക്ക് വ്യക്തമായിട്ടറിയാം ആരെ കൊല്ലണമെന്നും ആരെ കൊല്ലണ്ടെന്നും. ഇത് കേട്ടപ്പോൾ അവനൊന്ന് ഞെട്ടിത്തെറിച്ചുപോയി. ഡീമലോട് ഞാൻ താങ്കളെ വഴികാട്ടാന്ന് പെട്ടെന്ന് വാങ്ചുൽ പറയും. പക്ഷേ അവനൊന്നും മിണ്ടാതെ നേരെ മുകളിലേക്ക് ചാടി. ഞാനോ അണ്ടർഗ്രൗണ്ട് ഒന്ന് സ്കാൻ ചെയ്യാനായിട്ട് സാധിക്കുമോ? കോമ്പൗണ്ട് സ്കാനിങ് ആക്ടിവേറ്റഡ്. അതിനുശേഷം സ്കാൻ ചെയ്ത് ആ ഒരു വിഷൻ കാണിച്ചു കൊടുക്കും. അല്ല, ആ ഒരു ഡ്രാഗൺ സെല്ലിന്റെ കഴുത്ത് അത് മുറിഞ്ഞിരിക്കുവാണല്ലോ. ഇനി അതെങ്ങനെ സ്വന്തം കഴുത്ത് മുറിച്ചിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് കാണുമോ? അത് മാത്രമല്ല, കുറച്ചധികം ആൾക്കാർ അവിടെ നിൽപ്പുണ്ടല്ലോ. നോർത്ത് ഇന്ത്യ ഐസ് പാലസും പിന്നെ മുറുമലൻസും ഉണ്ട്. അല്ല, മറ്റവർ അതാരാണ്? കണ്ടിട്ട് ഫൈറ്റ് ചെയ്യാൻ. ഡീമലോട് താങ്കൾ എന്താണ് ഒന്നും ചെയ്യാതെ അവിടെ നിൽക്കുന്നത്? ഇത് വേണ്ടേ? എല്ലാരും ഒന്ന് പിന്നിലേക്ക് മാറ്. ഞാനോ? അപ്പോ അടുത്ത സെക്കൻഡ് അബ്നോർമലായ അതിശക്തമായി തന്നെ ഒരു ശബ്ദം കേൾക്കാനായിട്ട് തുടങ്ങി. അത് വാങ്ചുലിനൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. അല്ല, ഇതെന്താണ് ഈ ഒരു ഷാർപ്പായിട്ടുള്ള മെറ്റാലിക് സൗണ്ട്? എനിക്ക് എന്തായാലും ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അത് നാനോന്റെ ഒരു എബിലിറ്റി ആയിരുന്നു, അതായത് നാനോ സ്യൂട്ട്. പിന്നെ കാണുന്നത് ഇയോന്റെ ശരീരത്തിലേക്ക് ആ ഒരു സ്യൂട്ട് കടന്ന് കയറുന്നതാണ്. അങ്ങനെ പ്രസന്റിലേക്ക് വന്നിട്ടുണ്ട്. അല്ല, ആ ഒരു സീലിംഗിലാണല്ലോ ഇത്ര വലിയ ദ്വാരം. പക്ഷെ ഇങ്ങോട്ട് വരാൻ, അത് ഇത്ര ഡീപ്പാളൊരു അണ്ടർഗ്രൗണ്ടിലേക്ക് വരാൻ ആർക്കാണ്? അത് കഴിഞ്ഞാണ് അവന്റെ ഒരു കൂർത്ത കൈകൾ കാണിക്കുന്നത്. അവന്റെ പുറകും കാണാൻ സാധിക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞ ഡീമലോടുള്ള ഇയോൺസിയുടെ നാനോ സ്യൂട്ടാണ് നമ്മളിപ്പോ കാണുന്നത്. ഗാറ്റലിനിയം നാനോ സ്യൂട്ട് ആക്ടിവേറ്റഡ്. അല്ല, നീ ആരാണ്? നിന്റെ ഐഡന്റിറ്റി പറയുന്നു പറഞ്ഞിട്ട് ആ ഒരു റിയോ ആയിട്ട് ഉച്ചത്തി കാറി അടുത്ത സെക്കൻഡ് അവന്റെ വലത്തെ കൈ പൂർണ്ണമായിട്ടും എക്സ്പ്ലോഡ് ചെയ്ത് പോയിരുന്നു. അവന് റിയാക്ട് ചെയ്യാനുള്ള സമയം പോലും കിട്ടില്ല. അടുത്ത സെക്കൻഡിൽ കാണുന്നത് അവൻ ഉച്ചത്തി കിടന്ന് അലർന്നതാണ്. ഞാനോ? എന്റെ തലയിലെ ഭാഗം മാത്രം നിനക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുമോ? റിമൂവിങ് ഹെൽമെറ്റ്. അത് കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടിത്തെറിച്ചുപോയി. കാര്യം അത് ഡിമോണിക് കൾട്ടിലെ ഡീമൻ ലോഡായിട്ടുള്ള ഇയോൺ ചിയോണായിരുന്നു.
കൾട്ട് ലീഡർ ചിയോൺ, നീ എന്തിനാണ്? അല്ല, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കൾട്ട് ലീഡർ ആ ഒരു ലൈറ്റ്നിങ് ക്യൂ ഒക്കെ കൾട്ട് വെച്ചിട്ടിരിക്കുകയല്ലേ, അവനിപ്പോ അനങ്ങാൻ പറ്റുന്നില്ലല്ലോ. എന്നിട്ട് പെട്ടെന്ന് അവൻ പറയും ചെയ്യും, കൾട്ട് ലീഡർ ചിയോൺ, താങ്കൾ നന്നായിട്ടിരിക്കുന്നു, സന്തോഷം. എന്ത് സന്തോഷമെന്നോ? എന്റെ സാധനം നീയൊക്കെ മോഷ്ടിക്കാൻ നോക്കിയതും പോരാ, എന്നിട്ട് ഇത് ശരിക്കും സ്ട്രേഞ്ച് ആണ്. നീ എന്താണ് ഈ പറഞ്ഞത്? നിന്റെയോ? നീയൊക്കെ ഡ്രാഗൺ സ്റ്റൈലിനെ കൊല്ലാൻ സഹായിച്ചെന്നുള്ള സത്യമാണ് എന്നും പറഞ്ഞോണ്ട് അത് നിന്റെ ആകത്തില്ല. ഇത് ആരുടെ സ്ഥലം എന്നുള്ള ബോധം വേണം. ആ ഒരു ഡ്രാഗൺ സ്റ്റൈലിന് നിന്റെ ഒരിക്കലും ആകത്തില്ല. നിനക്ക് തെറ്റി. അദ്ദേഹം പറഞ്ഞത് സത്യം തന്നെയാണ്. നമ്മളിവിടേക്ക് വന്നത് അദ്ദേഹത്തിന് വേണ്ടിയാണ്. ആ ഡ്രാഗൺ സ്റ്റൈലിൽ ജീവനോടെ ഉണ്ടോന്നു, അത് മാത്രമല്ല ആ എസൻസ് സ്കോർ കൾട്ട് ലീഡർ ചിയോണിന് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. നീ വെറുതെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട. ആ സമയത്ത് പ്രോക്സി മാസ്റ്റർ നമ്മുടെ വിസ്പർ ടെക്നിക് യൂസ് ചെയ്ത് പറയും, ഫസ്റ്റ് എൽഡർ അതെന്തായാലും നന്നായി. ഇപ്പം എന്തായാലും ഡിമോണിക്കൽ ലീഡറിനെ നമ്മളെ ഒന്നും ബ്ലെയിം ചെയ്യാൻ പോലും പറ്റത്തില്ല. പക്ഷേ അവർക്ക് അറിഞ്ഞൂടായിരുന്നു ഇയോൺ ചിയോണിന് ഇതെല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന്. ഇത് ശരിക്കും ഒരു ഷെയിം തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ചാൻസ് കിട്ടിയതായിരുന്നു ആ ഒരു സാധനം കൈക്കലാക്കാനായിട്ട്. പക്ഷേ ഈ ഒരു സുപ്രീം സേബർ കാരണം. എന്നാൽ അവൻ മൊയോങ് ബട്രച്ചൻ നോക്കിയപ്പോൾ അദ്ദേഹം ഒരു എക്സ്പ്രഷൻ ഇടുന്നുണ്ടായിരുന്നു. അതായത് എന്തോ പറയാൻ ശ്രമിക്കുന്ന പോലെ, പക്ഷെ പുള്ളിക്കാരൊന്നും പറയുന്നുമില്ല. അടുത്ത സെക്കൻഡ് ഇയോൺ നേരെ അവൻ്റെ അടുത്തേക്ക് ചാടി വന്നു. അവൻ നേരെ ബാക്കിലേക്ക് ചാടി മാറി. അല്ല, ആ ഒരു ടെക്നിക്ക് അതെന്താണ്? കൾട്ട് ലീഡർ ചിയോൺ, നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇയോൺ ചിയോൺ രണ്ടായിട്ട് മുറിഞ്ഞുപോയി. അങ്ങനെയാണ് അവന് കാണാൻ സാധിച്ചത്. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അവന്റെ തല ഇയോൺ രണ്ടായിട്ട് അറുത്ത് കളഞ്ഞതാണ്. ആ സെക്കൻഡിൽ തന്നെ അവനവിടെ മരിച്ചു വീണു. കൾട്ട് ലീഡർ ചിയോൺ, താങ്കൾ എന്താണ് കാണിക്കുന്നതെന്ന് ചോദിക്കുന്നതിന് മുമ്പ് ആ ഒരു ഫസ്റ്റ് ആളിന്റെ വലത്തെ കൈ ഇയോൺ അറുത്ത് മാറ്റി. എന്നിട്ട് തന്റെ സോഡ് അങ്ങോട്ട് കാണിക്കുകയും ചെയ്യും. നീയൊക്കെ എന്താടാ വിചാരിച്ചത്? നിന്റെയൊക്കെ നാടകത്തിന് മുമ്പ് ഞാൻ അങ്ങോട്ട് വീണു പോകുന്നു. നാശം, ഞങ്ങൾക്കാണ് തെറ്റിയത്. അവൻ അവൻ ശരിക്കും സ്ട്രോങ്ങർ ആയിരുന്നു. ഈ സമയത്ത് ഇയോന്റെ ആ ഒരു മാസ്ക് വീണ്ടും അവന്റെ ശരീരത്തിലേക്ക് വരാനായിട്ട് തുടങ്ങി. നമ്മുടെ നോർത്തേൺ സീയിലെ ആ ഒരു പ്രോക്സി മാസ്റ്ററിന്റെ കണ്ണിൽ സത്യം പറഞ്ഞാൽ ലിറ്ററലി ഒരു ഡീമനെയാണ് കാണാൻ സാധിച്ചത്. ഇവൻ ഇവൻ ഞങ്ങൾ വിചാരിച്ചതുപോലെയല്ല. ഇവൻ ശരിക്കും ഒരു ഡിഫറൻ്റ് ആയ ലെവലിൽ തന്നെയാണ്. ഞാനിനി എന്ത് ചെയ്യും? ആ സമയത്ത് റിയോ പറയും ചെയ്യും, അവനെ കൊല്ല്. ഇത് കേട്ടപ്പോൾ തന്നെ ആ സ്റ്റീൽ മാസ്ക് ഇട്ടവരെല്ലാവരും ഇയോന്റെ നേരെ അറ്റാക്ക് ചെയ്തിട്ട് വന്നു. ആ സമയത്ത് ഒരുത്തൻ ഇയോനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇയോൺ നേരെ ഡോഡ് ചെയ്ത് മാറി. പക്ഷേ ഇത് സുപ്രീം സേബറിന്റെ മാർഷൽ ആർട്ട് ടെക്നിക്കല്ല. അതേസമയമാണ് ബാക്കിൽ കൂടെ ഒരുത്തൻ പഞ്ച് ചെയ്യാണ്ട് വന്നത്. ഇയോണാട്ടെ ഒരു കൗണ്ടർ പഞ്ച് ചെയ്ത് അവന്റെ പഞ്ചിനെ ബ്ലോക്ക് ചെയ്യും. അടുത്ത സെക്കൻഡ് ആ സോഡ് അങ്ങോട്ട് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവന്റെ കൈ തന്നെ രണ്ടായിട്ട് മുറിച്ച് കളഞ്ഞു. അല്ല, അവന്റെ കൈ ഒരു സോഡായിട്ട് മാറി. എങ്ങനെ? ആ ഒരു ആർമർ അതെന്തുവാണ്? ഈ സമയത്ത് വേദന കൊണ്ട് അവൻ നേരെ നിലത്തേക്കിരുന്നു. പെട്ടെന്ന് ഇവൻ തന്റെ കൈയൊന്ന് മുകളിലേക്ക് ഉയർത്തി. അതേസമയം അവിടെ ഉണ്ടായിരുന്ന ഒരുത്തൻ നേരെ തീർച്ചി ഈയന്റെ അടുത്തേക്ക് വരികയും ഈയോണോട്ടെ അവന്റെ തല കൊണ്ടിടിച്ച് ആ ഒരു മാസ്ക് പൊട്ടിച്ച് കളഞ്ഞു. എനിക്ക് തോന്നിയായിരുന്നു ഇവന്മാരെല്ലാരും കൺട്രോൾ ചെയ്യുകയാണ്. യങ് ലീഡർ പറഞ്ഞത് സുപ്രീം ഹെവലി ഡീമന് ഒരു സ്റ്റീൽ മാസ്ക് വെച്ചിട്ടുണ്ടെന്നാണ്. ഇതേസമയം അവൻ വീണ്ടും കിടന്ന് ആ ഒരു വെപ്പൺ അനക്കിട്ട് പറഞ്ഞു, എന്ത് നോക്കി നിൽക്കുവാണ്? അവനെ കൊല്ല്, അവൻ അറ്റാക്ക് ചെയ്. ഞാനോ ആ ഫേസ് കൊണ്ട് എല്ലാവരും ഒന്ന് സ്കാൻ ചെയ്തേ. സുപ്രീം ഹെവലി ഡീമനെ നിനക്ക് അറിയാവുന്ന നോക്ക്. എന്നോട് ക്ഷമിക്കണം, പക്ഷേ സുപ്രീം ഹെവലി ഡീമന്റെ ഫേഷ്യൽ ഡേറ്റ എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് എൻ്റെ ഡേറ്റാ ബേസിൽ ഇതില്ലാത്തതുകൊണ്ട് എനിക്ക് ഓരോരുത്തരെ സ്പെസിഫിക് ആയിട്ട് നോക്കേണ്ടതുണ്ട്. ഓ, അപ്പോൾ അങ്ങനെയാണല്ലേ. അടുത്ത സെക്കൻഡ് ഇവൻ നേരെ നിലത്തേക്ക് വന്നിരുന്നു. ഈ സമയത്ത് കുറച്ച് പേര് കുറച്ച് കുനായ യൂസ് ചെയ്ത് അവനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതാട്ടെ ഒന്നും തന്നെ ചെയ്യുന്നില്ലെങ്കിലും അവന്റെ ശരീരത്തിൽ തട്ടി നേരെ തെറിച്ച് പോയി. അപ്പോ നിങ്ങളാരും അവനല്ലല്ലേ? അടുത്ത സെക്കൻഡ് ആ ഒരു ഗുണനെ അവൻ തന്നെ കൺട്രോൾ ചെയ്യാണ്ട് തുടങ്ങി. പിന്നെ കാണുന്നത് അവിടെ ഉണ്ടാകുന്ന ഓരോരുത്തരുടെ ശരീരത്തിലേക്ക് അത് കുത്തി കയറുന്നതാണ്. ഇത് ശരിക്കും അനോയിങ് ആണ്. ഓരോരുത്തർ യൂസ് ചെയ്യുന്നത് ഓരോരോ മാർഷൽ ആർട്ട് ടെക്നിക്സ് ആണ്. അത് മാത്രമല്ല, പക്ഷെ ഇവരാരും തന്നെ ഹെവലി ഡിവൻ സോഡ് ആർട്ടും യൂസ് ചെയ്യുന്നില്ല. എനിക്കറിയാമായിരുന്നു ഇവനൊരു മോൺസ്റ്റർ ആണ്. പക്ഷെ ആ ഒരു ആർമർ അതെന്തുവാണ്? മാസ്റ്റർ, അതല്ല, താങ്കൾ അത് കണ്ടോ? അവൻ ഇന്റർണൽ എനർജി പോലും യൂസ് ചെയ്യാതെയാണ് ആ ഒരു അറ്റാക്സ് എല്ലാം തന്നെ ഡിഫ്ലക്ട് ചെയ്യുന്നത്. എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ ഡീമൻ അയൺ സ്ക്വാഡിനെ ഇവൻ ഈ സമയത്ത് അത് അവന് കിട്ടിയ ഗ്യാപ്പാണെന്ന് മനസ്സിലായതുകൊണ്ട് അവൻ നേരെ തിരിഞ്ഞ് ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കി. മാസ്റ്റർ, ഇത് ശരിക്കും ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. കൾട്ട് ലീഡർ എന്തായാലും തിരക്കിലാണ്, നമുക്കിപ്പോൾ എന്തായാലും രക്ഷപ്പെടാം. അതേസമയത്ത് നോർത്തേൺ സീയിലെ ഐസ് പാലസ് പാസ്റ്റേഴ്സും പറയുകയും ചെയ്യും, എങ്കിൽ തിരിച്ചു പോകാം. ഇതെല്ലാം തന്നെ ഇയോൺ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവർ നേരെ തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്നാണ് അവന് സ്റ്റോപ്പ് ചെയ്തത്. അല്ല സാർ, എന്ത്? അതേസമയം ഒരാൾ ഒരു സോഡായിട്ട് അവിടേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. അത് മറ്റാരും അല്ലായിരുന്നു, നമ്മുടെ സാർ മായ ആയിരുന്നു. ഡോർക്കിംഗ്, ഹെഡ് ഗാർഡിയൻ.
അവരെല്ലാവരും തന്നെ ആർത്തിയുടെ പുറത്ത് നമ്മളുമായിട്ടുണ്ടായിരുന്ന ആ ഒരു അലയൻസ് ബ്രോക്ക് ചെയ്തിരിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ എന്റേത് അവർ കൈവശം വെക്കാൻ നോക്കിയിരിക്കുന്നു. എല്ലാവരെയും പിടിച്ചു കെട്ടിയേക്ക്. ആരെങ്കിലും എതിർക്കാൻ നോക്കിക്കഴിഞ്ഞാ കൊന്നുകളഞ്ഞേക്ക്. കൊന്നുകളയണോ നീ? ആ സമയത്ത് അവന്മാരെല്ലാവരും തന്റെ സോഡ് മുമ്പിലേക്ക് വെച്ചിട്ട് പറയും ചെയ്യും, യെസ് ഡീമൻ ലോർഡ്. അവരെല്ലാവരും കംപ്ലീറ്റ്ലി സീരിയസ് ആയിരുന്നു. നാശം, ഇതൊട്ടും തന്നെ നല്ലതല്ല. ഡാർക്കിങ്ങും സിക്സ് സോഡ്സും ഒക്കെ അവരെല്ലാവരും തന്നെയുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ക്ഷമിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കേൾക്കുമെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആരും പേടിക്കണ്ട, ഞാനൊരു പദ്ധതി നിങ്ങൾക്ക് വേണ്ടി ക്ലിയർ ചെയ്തു തരും. ഇത് ഐസ് പാലസ് ആണെന്ന് മറക്കണമെന്ന് പറഞ്ഞിട്ട് ഐസ് പാലസിന്റെ പ്രോക്സി മാസ്റ്റർ കിടന്ന് കാറും. പെട്ടെന്നാണ് സാർമ അവന്റെ നേരെ ചാടി വന്നത്. അവന് നേരെ അങ്ങോട്ട് ചാടി അവർ തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളെ കൊല്ലാനോ, ഞങ്ങളെ പിടിച്ചു കെട്ടാനോ? നിങ്ങൾക്ക് സ്ഥലം മാറിപ്പോയി. ഇത് ഞങ്ങളുടെ ടെറിട്ടറിയാണ്. ഇവിടെ വന്നുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നു പ്രോക്സി മാസ്റ്റർ. പക്ഷേ ഇതേ സമയത്ത് അവിടുത്തെ എല്ലാവരും തന്നെ ആ ഒരു ബാറ്റിലേക്ക് കടന്നിട്ടുണ്ട്. ഡിമോണിക്കല്ല ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഇത് നമ്മുടെ കഴിവ് തെളിയിക്കേണ്ട സമയം എന്ന് പറഞ്ഞ് ചാക്കും ബാക്കലരും അവിടേക്ക് ചാടി വന്ന് അറ്റാക്ക് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്തു. ഇത്തരം ക്ലോസ് ആയുള്ള സ്ഥലത്ത് ഒരു ബാറ്റിൽ എന്ന് പറയുന്നത് അല്ല, ഇത് ശരിക്കും ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് മാത്രമേ മാസ്റ്ററിനും എനിക്ക് രക്ഷപ്പെടാൻ. മാസ്റ്റർ ദി അവിടേക്ക്. പക്ഷേ അവൻ അതൊന്നും നോക്കാതെ അവനും ആ ഒരു അറ്റാക്കിലേക്ക് ചാടിക്കേറി. കീഴടങ്ങാനോ? ഞാനൊരു ഫൈറ്റ് ചെയ്യാതെ കീഴടങ്ങത്തില്ല, ഞാൻ സഹായിക്കാന്ന് പറഞ്ഞിട്ട് അവൻ നേരെ കയറി ചാടി. മാസ്റ്റർ താങ്കൾ എന്താണ്? ഈ സമയത്ത് ഹിയോബോങ്ങും വാങ്ചുലും പറയും ചെയ്യും, ഹിയോബോങ് നീ റെഡി അല്ലേ? പിന്നല്ല. അവിടെ നിൽക്കുന്ന പറഞ്ഞിട്ട് പെട്ടെന്നാണ് അവരുടെ തോളത്ത് ഒരാൾ കയറി പിടിച്ചത്. എന്നിട്ട് രണ്ടിനെ ബാക്കിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ നേരെ മുമ്പിലേക്ക് ചാടി. ഞാൻ മോങ്മു ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടായിക്കോളാമുണ്ട്. അവൻ നേരെ അവന്റെ സൂടിൽ കയറി പിടിച്ചു. ഇതുവരെ കണ്ടതുപോലെ അല്ലായിരുന്നു, മോങ്മുന്റെ ഒരു പുതിയ രൂപമാണ് നമ്മളിവിടെ കണ്ടത്. അവൻ നേരെ മോയങ് പെട്രേജിനെ അറ്റാക്കും ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെ. അല്ല, ഇതാ മോങ്മു അല്ലേ? ഇവനല്ലേ ദ ഡ്രീം സ്പോർട്സ്മാൻ എന്ന് വിളിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഇത്ര നാള് കാമം കൊയിട്ടിരുന്ന മോഗ്മുന്റെ ഒരു ഫിറോഷ്യസ് ആയ രൂപമാണ് നമ്മളിപ്പോ കണ്ടത്. എത്ര നാളായിട്ടുള്ള കാത്തിരിപ്പാണെന്നറിയാവോ? അങ്ങനെ തന്നെ പാട് അവർ ആ ഫൈറ്റ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡിമോണിക് കൾട്ട് വേഴ്സസ് നോർത്തേൺ സീ ആൻഡ് മുറും ഐലൻഡ്സ് എന്ന ആ ഒരു ഫൈറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തു. ഈ സമയത്ത് പ്രോക്സി മാസ്റ്റർ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഹെഡ് ഗാർഡിയൻ അതെല്ലാം തന്നെ ഡോഡ് ചെയ്ത് മാറിയിട്ട് അദ്ദേഹത്തിന്റെ നേരെ പുറകിൽ പ്രത്യക്ഷപ്പെട്ട് ഒരു കൗണ്ടർ അറ്റാക്ക് കണ്ട് ചെയ്തു. എന്നാൽ അതേ മട്ടെ അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ സാർമാന്റെ അറ്റാക്കിന് ശരിക്കും പവർഫുൾ ആയിരുന്നു. അത് കാരണം തന്നെ ആ ഒരു ഷീൽഡ് അവിടെ പൊട്ടിത്തെറിക്കുന്ന ഗ്യാപ്പിൽ പ്രോക്സി മാസ്റ്റർ അവിടേക്ക് ഐസ് വൈറ്റ് ഡിവൈൻ പാം യൂസ് ചെയ്ത് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. അത് ജസ്റ്റിനെ അദ്ദേഹം ഡോഡ് ചെയ്ത് മാറുന്നുണ്ട്. എന്റെ അറ്റാക്ക് അവന്റെ കൺമുമ്പിലേക്ക് എത്തിയപ്പോഴേക്കും അവൻ ഡോഡ് ചെയ്ത് മാറി. വെറുതെ അല്ല ഇവനെ വിൻ കൊടന്ന്. അവന്റെ ക്യൂ ശരിക്കും സ്ട്രോങ് ആണ്, ഞാൻ വിചാരിച്ചതുപോലെയല്ല. അപ്പോ വെറുതെ പൊളിറ്റിക്കൽ അർത്ഥം കൊണ്ട് മാത്രം പാലസ് മാസ്റ്റർ ആയവനല്ല ഇത്. ഈ സമയത്ത് അവർ രണ്ടുപേരും മുഖാമുഖം നിപ്പോണ്ട്. ഇതേ സമയത്ത് പ്രോക്സി മാസ്റ്റർ അവന്റെ ശരീരത്തുണ്ടെന്ന് ഉടുപ്പൊക്കെ അഴിച്ചു മാറ്റാൻ നിർത്ത് നമ്മുടെ സാറുമായും റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ഐസ് വൈറ്റ് ഡിവൈൻ ആർട്സിന്റെ 8th ലെയർ അങ്ങോട്ട് യൂസ് ചെയ്തു. സാർമായിട്ട് അവന്റെ എനർജി അവന്റെ സോളിലേക്കും ചേഞ്ച് ചെയ്തു. അല്ല, അത് ഐസ് വൈറ്റ് ഡിവൈൻ ആർട്ടിന്റെ പിന്നക്കളല്ലേ, ദി 8th ലെയർ? അല്ല, ഹെഡ് ഗാർഡിനെ ഇപ്പൊ യൂസ് ചെയ്യുന്നത് ക്യൂയുടെ 10th മാസ്റ്ററി അല്ലേ? അപ്പൊ പിന്നെ കളി തമാശയൊക്കെ മാറ്റി വെച്ചിട്ട് ഡാർക്കിങ് നമുക്ക് യഥാർത്ഥത്തിൽ ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയാലോ? പിന്നെ കാണിക്കുന്നത് ആ സ്റ്റീൽ മാസ്ക് രണ്ടായിട്ട് പിളർന്ന് പോകുന്നതാണ്. കാര്യം ഇയാനാട്ടെ അവിടെ ഉണ്ടായിരുന്നൊരുത്തനെ രണ്ടായിട്ട് നടുവിന്ന് മുറിച്ച് കളഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ അവനെ അറ്റാക്ക് ചെയ്തിട്ട് വരുന്നുണ്ടെങ്കിലും ഇവൻ നിസ്സാരമായി തന്നെ അതെല്ലാം ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിച്ചതിലും സമയമെടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ടെക്നിക്കും ഡിഫറൻ്റ് ആണ്. അതെനിക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ പറയാൻ പറ്റുന്നുണ്ട്. എന്നാൽ ആരും തന്നെ ഹെവലി ഡിമൻ സോഡായിട്ടും യൂസ് ചെയ്യുന്നില്ല. ഇവരെങ്ങനെ എത്രയും പെട്ടെന്ന് ബാക്കിൽ കൂടെ ഒരു അറ്റാക്ക് വരുന്നത് അതായിട്ട് ഒരുത്തൻ ചെയ്തായിരുന്നു. ആ ഒരു ഫിസ്റ്റ് ഇവന്റെ മുതുകത്ത് വന്ന് വീഴുകയും ചെയ്തു. അല്ല, അത് എൻഹാൻസ്ഡ് ഫിസ്റ്റ് അല്ലേ? പക്ഷെ അതേസമയം ഇവൻ തിരിഞ്ഞിട്ട് പറയുകയും ചെയ്യും, പക്ഷെ നീയല്ല ഞാൻ നോക്കുന്ന ആൾ. അതേസമയം അവന്റെ തലക്ക് മുകളിൽ ഒരു വലിയൊരു സോഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. എന്നിട്ട് ഇവൻ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം നിസ്സാരമായി അവൻ ഡോഡ് ചെയ്ത് മാറി. ആ ഒരു അറ്റാക്ക് അവനെ ഫോളോ ചെയ്ത് അവന്റെ മുഖത്ത് തൊട്ടടുത്ത് വന്നപ്പോഴാണ് പെട്ടെന്ന് ഇവനെ മറ്റൊരുത്തൻ കൗണ്ടർ ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ഒരു അറ്റാക്ക് അവന് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. സോ ആ ഒരു സോഡ് വന്ന് അവന്റെ സ്റ്റീൽ മാസ്കിലൊന്ന് തൊട്ടതേയുള്ളൂ. ഈ സമയത്ത് തന്നെ അവൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ബാക്കിലേക്ക് മാറി, അവനെ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ആളല്ലെന്ന് പറഞ്ഞപ്പോൾ അവന്റെ സ്റ്റീൽ മാസ്ക് നേരെ രണ്ടായിട്ട് പിളർന്ന് പോയി. അങ്ങനെ അവന്റെ ഫേസ് അവിടെ റിവീൽ ചെയ്യുന്നുണ്ട്. അല്ല,
അതൊരു കിളവനല്ലേ, പക്ഷെ അദ്ദേഹം ഒന്നും അല്ല. ആ കാണുന്നത് മോക് യു ജോങ് അല്ലേന്ന് നമ്മുടെ മോയാങ് പെട്രേച്ചിന്റെ മകനല്ല മോയാങ് യു പറയും ചെയ്യും. ശരിയാണ്, ആ കാണുന്നത് ഷാവോളിംഗ് ടെമ്പറിന്റെ ഫോർമർ ലീഡർ അല്ലേ. ആ നെറ്റിയിലെ 6 ഡോട്ട്സും ആ ഒരു എൻഹാൻസ് ഫിസ്റ്റും എന്റെ അച്ഛൻ താങ്കളെ പറ്റി ഇഷ്ടംപോലെ കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് മൊയങ് യു അദ്ദേഹത്തിന്റെ നേരെ അടുത്തേക്ക് ചെന്നു. അല്ല, താങ്കൾ എന്തിനാണ് സുപ്രീം സേബറോട്ട് അറ്റാക്ക് ചെന്ന് ചോദിച്ചപ്പോ അവ നേരെ ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്തു. അത് ഡോളിച്ചിട്ട് ബാക്കിലേക്ക് മാറി. ഷാവോളിൻ ടെമ്പിളിന്റെ ഡ്രാഗൺ ഗ്ലോ, താങ്കൾ എന്തിനാണ് അത് യൂസ് ചെയ്തത്? താങ്കൾ എന്തിനാണ് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത് ഇതിനെ? എന്നാൽ അദ്ദേഹം അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പെട്ടെന്ന് അവിടുന്ന് ചാടി നേരെ ഇയോന്റെ നേരെ ചെന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഫോക്കസ് എനിക്ക് കാണാൻ സാധിച്ചില്ല. ഡിമോണിക്കളിലെ ലീഡറിനെ മാത്രമാണ് അദ്ദേഹം ശ്രദ്ധിക്കുന്നത്. പക്ഷേ ഇത് അല്ലാമോ യോങ് യു, അത് നോക്കിക്കേ. ഇതേ സമയത്ത് മറ്റൊരുത്തൻ പ്ലം ബ്ലോസം സോഡ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. മറ്റൊരുത്തൻ ഡിയൻ സെഗ്നന്റ് സോഡും മറ്റൊരാൾ വുഡാൻ സെഗ്നന്റ് സോഡും യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഈ ഒരു ടെക്നിക്ക് എല്ലാം കണ്ടപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. അല്ല, അതിനർത്ഥം ഇപ്പോൾ ഡിമോണിക്കളിലെ ലീഡർ ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്ന ഓരോരുത്തരും ഞാൻ അന്വേഷിക്കുന്നത് നിന്നെയുമല്ല, ഈ കാണുന്ന ഓരോരുത്തരും ഇതിനു മുമ്പ് മിസ്സിംഗ് ആയുള്ള മാർഷ്യൽ മാസ്റ്റേഴ്സ് ആണല്ലേ. ഇതേ സമയം കൈയും കാലും ചെതറിപ്പോകുന്നതാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ കാണുന്നത് ആ രക്തത്തിൽ ചവിട്ടിക്കൊണ്ട് ഒരുത്തൻ ഓടുന്നതാണ്. അത് നമ്മുടെ റിയു ആയിരുന്നു. ഞാൻ വർഷങ്ങളോളം കാത്തിരുന്ന് ക്രിയേറ്റ് ചെയ്ത എൻ്റെ ഡീമൻ അയൺ സ്ക്വാഡ് 10ഓളം വർഷത്തെ ടോർച്ചറിന് ശേഷമാണ് അവരെൻ്റെ വെപ്പൺസ് ആക്കി മാറ്റിയത്. പക്ഷെ ഞാൻ വിചാരിച്ചതുപോലെയല്ല, അവൻ ശരിക്കും സ്ട്രോങ്ങറാണ്. നോർത്തേൺ സീ ഐസ് പാലസിനെ മുറുമൈലൻസിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്നാൽ ഇത് ഞാൻ ഒട്ടും. ഇനി എനിക്ക് ഒരേ ഒരു മാർഗ്ഗമുള്ളൂ. അവന് മാത്രം എന്നെ ഇനി സഹായിക്കാൻ പറ്റുമെന്നും കൊണ്ട് അവൻ ആ രക്തത്തിൽ കൂടെ നേരെ മുന്നിലേക്ക് ഓടുകയാണ്. ഫൈനലി ഒരവസാനം കണ്ടിരിക്കുന്നു. ഈ സമയത്ത് തന്നെ അവൻ തിരിഞ്ഞു നോക്കാൻ നേരത്ത് പറയും ചെയ്യും, മര്യാദക്ക് കീഴടങ്ങുന്നതാണ് നല്ലത്. പിന്നെ കീഴടങ്ങാനോ, ഞങ്ങൾക്കവിടെ ഇവിടെ അപ്പുറമായിട്ടുള്ളത്. നിനക്കിവിടെ എന്ത് ചെയ്യാൻ സാധിക്കും? നീ വെറും ഒരു മാർഷ്യൽ മാസ്റ്റേഴ്സ് ആണ്. പക്ഷെ ഞങ്ങളുടെ എണ്ണം കണ്ടില്ലേ? ഡിമോണിക്കളുടെ നാറുകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോ ഇവനവന്റെ തൊട്ട് പുറകിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അവന്റെ തലയിൽ കയറി പിടിച്ചു. നേരത്തെ ആ ബെല്ലിന്റെ സ്റ്റാഫ് ഇട്ടുണ്ടല്ലോ, അവൻ എങ്ങോട്ടാണ് ഓടിയത്? ഡിമോണിക്കളുടെ ലീഡർ ഓടിക്കോ, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. എടാ വിട്ടുകളെ, ഇങ്ങോട്ട് വാ. അദ്ദേഹം ആ ഒരു ഡ്രാഗൺ സ്റ്റാളിന്റെ അടുത്തേക്ക്. ചുരുക്കം പറഞ്ഞ അപ്പോൾ ഡ്രാഗൺ സ്റ്റാളിൽ അവരുടെ കൈ കാണും. എന്നെ വെറുതെ വിടണം. പക്ഷെ ഇയാണെന്റെ തല ഞെരടി അങ്ങോട്ട് പൊട്ടിച്ചു. ഡീമലോട്, ഇതാ താങ്കളുടെ സോഡ്. ആ സമയത്ത് അവൻ പറയും ചെയ്യും, അത് നീ വെച്ചോ, തൽക്കാലം മറ്റൊരു കാര്യം ചെയ്യാനുണ്ട്. എന്നിട്ട് അവൻ നേരെ മുകളിലേക്ക് ഉയർന്നു. തിരിഞ്ഞ് നോക്കിയിട്ട് പറയും ചെയ്യും, ഞാനോ, എനിക്ക് ഫാസ്റ്റ് ആയുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് വേണമല്ലോ. മനസ്സിലായി. പിന്നെ കാണുന്നത് ഞാനോ മാഗ്നറ്റിക് ഫീൽഡ് ബൂസ്റ്റർ ആക്ടിവേറ്റ് അങ്ങോട്ട് ചെയ്യുന്നതാണ്. നേരെ അവിടെ നിന്ന് പറന്ന് പോയിട്ടുമുണ്ട്. ആ സമയത്ത് നമ്മുടെ നോർത്തേൺ സീ ഐസ് പാലസിലെ ഫസ്റ്റ് എൽഡർ പറയും ചെയ്യും, അപ്പോൾ ഒരു ഡ്രാഗൺ ടർട്ടിലിന്റെ എസൻസ് സ്കോറും മതി. അദ്ദേഹത്തിന് നിന്റെ ജീവനിലൊന്നും ഒരു വിലയുമില്ല. ഒരു കൈ നഷ്ടപ്പെട്ടപ്പോ നിന്റെ ബുദ്ധിയും കൂടെ നഷ്ടപ്പെട്ടോ? എന്താണ് നീ പറഞ്ഞത്? അദ്ദേഹത്തിന് ഞങ്ങളെ ഭയങ്കര വിശ്വാസം തന്നെയാണ്, ഞങ്ങൾ ജയിക്കുമെന്ന്. സോ ആ ഒരു വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞിട്ട് അത് പതുക്കെ ബ്രേക്ക് ചെയ്യാണ്ട് തുടങ്ങി. ഈ സമയത്ത് മൊയോങ് പെട്രേച്ചും നല്ല ടഫുള്ള ഒരു സ്പോട്ടിലായിരുന്നു. ബിഗ് ജിം ബാക്കിയുള്ളവരെല്ലാവരും നല്ല കിടിലം ഫൈലുമായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തിന്റെ 6 ട്രൂപ്സ് ആണ്. ദ ഹെവൻലി ഡീമൺ ഡിവൈൻ കൾട്ടിന്റെ ഡീമൺ ഗോഡിന്റെ സോഡ്സ് ആണെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചാലും അവന്റെ കാരണ ഐസൊക്കെ ഉണ്ട് ബ്രേക്ക് ചെയ്ത് കളഞ്ഞു. പിന്നെ കാണുന്നത് ഡ്രാഗൺ സ്റ്റളിന്റെ യഥാർത്ഥ ബോഡിയാണ്. ഒന്ന് സൂക്ഷിച്ചു വേണം, അതിൻ്റെയൊക്കെ തല എക്സ്പ്ലോഡ് ആവും അതൊക്കെ നീ കഴിച്ചു കഴിഞ്ഞാ. പക്ഷെ ഇതെന്ത് വലുതാണല്ലേ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയും വലിയ അറ്റാക്ക് കിട്ടില്ലും അത് ജീവനോടെ. എടാ എന്ത് നോക്കിയിരിക്കുവാണ്, ബാക്കിയുള്ള പണി നോക്ക്. ഇവന്മാര് സംസാരിച്ചിട്ട് നിൽക്കുവാണല്ലോ. എടാ മിണ്ടാതെ പോയി പണി നോക്കെന്ന് പെട്ടെന്ന് ബ്ലേഡ് ഫോം സെക് ലീഡർ ആയുള്ള വു ജിങ് ചാൻ പറയുന്നുണ്ട്. അദ്ദേഹം സുപ്രീം സേബറിലെ ഹയർ റാങ്ക് സെറ്റ് ആയുള്ള മാസക്കർ ബ്ലേഡ് സെക്കിന്റെ ഒരു ലീഡറിന്റെ സബോർഡിനേറ്റീവ് ആണ്. ഇതേ സമയത്ത് നോർത്തേൺ സീ ഐസ് പാലസിന്റെ ഉടുപ്പിട്ടുണ്ട് മറ്റൊരുത്തൻ നിൽപ്പുണ്ട്. അദ്ദേഹം അവിടുത്തെ 6th എൽഡറായുള്ള വോങ് സാങ് ഓ ആയിരുന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹം സുപ്രീം സേവർ ഓഫ് ദി 6 മാർഷൽ ആർട്സ് സെക്കിന്റെ ഒരു സ്പൈ ആയിരുന്നു. ഡിമോണിക്കളിന്റെ ആ ഒരു പവർ നമ്മൾ ഇത്രത്തോളം സഹായിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ശരിയാണ്, ഞാൻ വിചാരിച്ചത് നമ്മൾ തന്നെ ഇടപെടേണ്ടി വരുമെന്നാണ്. പക്ഷേ ഇതെന്തായാലും നന്നായി. നമ്മുടെ കയ്യിൽ എന്തായാലും രക്തം പുരണ്ടതുമില്ല, ഇതിന്റെ രക്തവും കോറും നമുക്ക് കിട്ടുകയും ചെയ്തു. എന്തായാലും കുഴപ്പമില്ല. ആ ഒരു ഡിമോണിക്കളിലെ ലീഡർ ഇപ്പൊ എന്തായാലും ക്യൂ ആയി സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അദ്ദേഹത്തിന് ഇവിടേക്ക് മാസക്കർ ബ്ലേഡ് സെക് ലീഡർ എന്ന് പറഞ്ഞിട്ട് അവനോടേക്ക് ഓടി വന്നു. അല്ല സെക് ലീഡർ അല്ല ബെക്കിയോ, എന്ത് പറ്റി? അല്ല നിന്റെ കൈക്ക്? അദ്ദേഹം എന്തേ മാസക്കർ ബ്ലേഡ് സെക് ലീഡർ എന്തേ? നമുക്ക് എത്രയും പെട്ടെന്നാണ് അവനത് ശ്രദ്ധിച്ചത്.
അല്ല, നിങ്ങൾ ഇതുവരെ ആ ഒരു എസ് സ്കോർ എടുത്തില്ലേ? അല്ല, ആ ലീഡർ എന്തേ? നാശം, ഇതൊട്ടും നല്ലതല്ല. എടാ നീ നടങ്ങ്. എന്തു പറ്റി? അടങ്ങാനോ? ഞാൻ അടങ്ങാനോ? എന്റെ പകുതി പേര് മരിച്ചിരിക്കുന്നു. ആ ഇയോൺ ചിയോൻ എന്റെ പകുതി പേരെ ഉറുമ്പിനെ കൊല്ലുന്ന പോലെയാണ് കൊന്നു കളഞ്ഞത്. ഇയോൺ ചിയോനോ? പക്ഷെ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടാണ്. അവൻ അനങ്ങാൻ പോലും പറ്റാത്ത അവിടെ ഇരിപ്പുണ്ട്. അല്ല, ഡീമൻ കോഡ് അതേ ഇവിടേക്ക് വരുന്നുണ്ട്. അതേ ഇവിടേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് അവനെ ടെൻഷൻ കാണുന്നിടത്ത് അവർക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് പോലും മനസ്സിലായില്ല. ഇതേ സമയത്താണ് ആ കേവിന്റെ അകത്ത് ഒരു വല്ലാത്തൊരു ശബ്ദം കേൾക്കാനായിട്ട് തുടങ്ങിയത്. പിന്നെ കാണുന്നത് ഒരു പ്രകാശമാണ്. അടുത്ത സെക്കൻഡ് ഒട്ടും പ്രതീക്ഷിക്കാത്തത്ര സ്പീഡിലാണ് ഇവനോടേക്ക് പാഞ്ഞ് വന്നുകൊണ്ടിരുന്നത്. അല്ല, ഈ ഒരു സൗണ്ട് അത് എന്താന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഇവൻ അവനെ കൊന്ന് നേരെ മുകളിലേക്ക് വന്നു. ചുരുക്കം പറഞ്ഞ അവന്റെ ശരീരം സിമ്പിളായിട്ട് തകർത്ത് കളഞ്ഞു എന്ന് വേണം പറയാനായിട്ട്. അല്ല, അതെന്താണ്? ഈ സമയത്ത് അവൻ സ്കാൻ ചെയ്യാനായിട്ട് തുടങ്ങി. ഡ്രാഗൺ സ്റ്റഡിൽ മരണപ്പെട്ടിരിക്കുന്നു. എസൻ സ്കോർ അവിടെ തന്നെയുണ്ട്. അനാലിസിസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് നേരെ നിരത്തേക്ക് ഇറങ്ങി. എന്നിട്ട് അവന്റെ ഫേസിൽ ആ മാസ്ക് മാറ്റിയപ്പോഴാണ് അത് ദ ഡീമൻ ഗോഡാണെന്ന് അവന്മാർക്ക് മനസ്സിലായത്. ഞാനിപ്പോൾ ലാൻഡ് ചെയ്തത് എങ്ങനെയാണ്? മാഗ്നറ്റിക് ഫീൽഡ് ഫ്ലൈറ്റ് ഇപ്പോൾ യൂസ് ചെയ്ത് സൂപ്പർ ഹീറോ ലാൻഡിങ് ആണ്. എന്നാൽ അത് നീ യൂസ് ചെയ്ത് കേട്ടാ. എന്നാൽ അത് ഇനി മുതൽ യൂസ് ചെയ്യില്ല. നീ ഇപ്പം 2 തവണ യൂസ് ചെയ്ത് അതിന് കുറേയധികം പ്രശ്നങ്ങളുണ്ട്. എല്ലാവരും റെഡിയാ നിന്നോ? അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവന്റെ തല പല കഷ്ണങ്ങളാക്കി ഇവൻ മുറിച്ച് കളഞ്ഞിരുന്നു. നിനക്കൊന്നൊരു മാറ്റമില്ലല്ലേ? എന്റെ കൈവശമുള്ളത് അടിച്ചു മാറ്റാൻ നോക്കുകയാണോ? സുപ്രീം സേബർ ഓഫ് ദി 6 മാർഷൽ ആർട്ട് സെറ്റ്. മോശം. ഇനി എന്തായാലും ഒരു മാർഗമില്ലെന്ന് നിനക്കറിയാലോ. ഞാൻ ഓൾറെഡി നിന്റെ ടോയ്സിനൊക്കെ കൊന്നടാന്ന് പറഞ്ഞിട്ട് അവൻ നേരെ ചാടി അവനെ അറ്റാക്ക് ചെയ്യേണ്ടി വന്നു. പ്ലീസ് എന്നെ രക്ഷിക്കൂ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് പേടിച്ച് പറിച്ചുകൊണ്ട് അവന്റെ ആ ഒരു കുന്നിട്ട് ഇളക്കുന്നുണ്ട്. ആ ഒരു സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇതേ സമയം ഇയോൺ അറ്റാക്ക് ചെയ്യേണ്ട അവന്റെ തൊട്ട് മുമ്പിലെത്തിയപ്പോഴാണ് ഒരാൾ ചാടി എവിടേക്ക് വന്ന് ഇയോൺ ചിയനെ അങ്ങോട്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്തത്. എന്നാൽ ആ ഒരു അറ്റാക്ക് കണ്ടപ്പോൾ അത്ര നേരം പേടിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന അവനാട്ടെ പൊട്ടി ചിരിക്കാനായിട്ട് തുടങ്ങി. പിന്നെ നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ഒരു സ്റ്റീൽ മാസ്ക് ആണ്. ഇയോണും ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ഞെട്ടി. കാര്യം ഇപ്പൊ ഇയോനെ കൗണ്ടർ ചെയ്യാനായിട്ട് യൂസ് ചെയ്ത ടെക്നിക്ക് എന്ന് പറയുന്നത് അതും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.